യോഗ്യതയില്ലെനിക്കേശുവേ, നീയൻ ഭവനത്തിലണയാനാ. നിരസപൂരമൻ ഹൃദയത്തിൽ വന്നാൽ വീണ്ടും രക്തം വിയർത്തേക്കാം. യോഗ്യതയില്ലെനിക്കേശുവേ, നീയൻ ഭവനത്തിലണയാനാ. നിരസപൂരമൻ ഹൃദയത്തിൽ വന്നാൽ വീണ്ടും രക്തം വിയർത്തേക്കാം. യോഗ്യതയില്ലെനിക്കേശുവേ. ഘോര പാപങ്ങൾ ഓരോന്നായി ഓർമ്മയിൽ വന്നു തെളിഞ്ഞു നിൽക്കൂ. ഘോര പാപങ്ങൾ ഓരോന്നായി ഓർമ്മയിൽ വന്നു തെളിഞ്ഞു നിൽക്കൂ. തവണകളായി ഞാൻ മാപ്പിരന്നിട്ടും മനസ്സിലെ ദൗർബല്യം തുടികൊട്ടി. തവണകളായി ഞാൻ മാപ്പിരന്നിട്ടും മനസ്സിലെ ദൗർബല്യം തുടികൊട്ടി. മനുഷ്യ മനസ്സു നീ അറിയുന്നല്ലോ. യോഗ്യതയില്ലെനിക്കേശുവേ, നീയൻ ഭവനത്തിലണയാനാ. നിരസപൂരമൻ ഹൃദയത്തിൽ വന്നാൽ വീണ്ടും രക്തം വിയർത്തേക്കാം. യോഗ്യതയില്ലെനിക്കേശുവേ. ജഡമോഹങ്ങൾ ബന്ധിക്കാനായി നിൻമൊഴി വിലങ്ങുകൾ എടുത്തു തരൂ. ജഡമോഹങ്ങൾ ബന്ധിക്കാനായി നിൻമൊഴി വിലങ്ങുകൾ എടുത്തു തരൂ. ഐഹിക ചിന്തകൾ അകറ്റിയ മാനസം അനുതാപ കണ്ണീരാൽ കഴുകിടാം. ഐഹിക ചിന്തകൾ അകറ്റിയ മാനസം അനുതാപ കണ്ണീരാൽ കഴുകിടാം. അനുനയിച്ചെന്നെ നീ ഉണർത്തിടണേ. യോഗ്യതയില്ലെനിക്കേശുവേ, നീയൻ ഭവനത്തിലണയാനാ. നിരസപൂരമൻ ഹൃദയത്തിൽ വന്നാൽ വീണ്ടും രക്തം വിയർത്തേക്കാം. യോഗ്യതയില്ലെനിക്കേശുവേ. ആയിരത്തി 1958 ഇവിടെ വരുന്നത്. ഞാൻ വരുന്ന അവസരങ്ങളിൽ ഇരുട്ടിയിൽ നിന്ന് ഇങ്ങോട്ട് നടക്കലാണ് അധികവും. ജീപ്പ് ഒരെണ്ണം ഉണ്ടാവും. ആ ജീപ്പ് വരുന്നത് നോക്കിയാൽ നിൽക്കലില്ല, സാധാരണ നടക്കും. ആ നടക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ജീപ്പല്ല 30 ആൾ 40 ആൾ കയറ്റും. ബോണറ്റ് മുതൽ സൈഡിലും എല്ലാം പിടിച്ച് തൂങ്ങി അങ്ങനെ വരിക. ഉളിക്കലിനെ സംബന്ധിച്ച് ആ ഭാഗത്തോട്ട് നോക്കുക ഒരു കാളവണ്ടിയേ ഉള്ളാകെ, മറ്റു വാഹനങ്ങളും ഒന്നും അങ്ങനെ ഇല്ല. പിന്നെ കൂപ്പ് ലോറികൾ പോകുന്നുണ്ടായിരുന്നു. അത് ചിലരൊക്കെ അങ്ങനെ ആളെ കയറ്റും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ നടക്കുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് ഇവിടെ താമസമായി കൃഷി ആരംഭിച്ചു. കൃഷി ആരംഭിച്ചെങ്കിലും പന്നി ശല്യം ഉണ്ടായിരുന്നു. പന്നി മറ്റ് ശല്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആനയൊന്നും വന്നിട്ടില്ല. ആന ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അടുത്തൊരും വന്നിട്ടുണ്ട്. പന്നി ആണ് കാര്യമായിട്ടുണ്ടായിരുന്നത്. പിന്നെ കാട്ടാട്, കോഴി, ഇത് ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങൾ ഉണ്ടായിരുന്നു. കുറേയെല്ലാം നശിപ്പിച്ച് കൃഷികൾ അങ്ങനെ കാര്യമായ നശിപ്പിയൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യകാലങ്ങളിൽ അല്ലാത്തതുകൊണ്ട് കുറേ
കുറവുണ്ടായിരുന്നു. റോഡ് ഗതാഗതമാണ് തീരെ കുറവ്. ഏതായാലും അങ്ങനെ കുറേ അങ്ങ് പോയി. അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഈ പള്ളിയുടെ പണി ആരംഭിക്കുന്നത്. പിന്നെ കുഞ്ഞാങ്ങശ്ശേച്ചൻ ആണ് ഇവിടെ പള്ളി പണിയിച്ചത്. മണക്കാട്ട് മരത്തിൽ കുഞ്ഞാങ്ങശ്ശേച്ചനാണ് ഈ പള്ളി പണിതത്. ആ കാലഘട്ടം മുതൽ പള്ളിയായിട്ട് വളരെ ബന്ധപ്പെടുകയും ഒരു 5-6 പ്രാവശ്യം കൈക്കാരൻ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ വരുമ്പം പള്ളിയൊന്നുമില്ല. ഇവിടെ പള്ളിയില്ല, പള്ളിയില്ല, ഈ റോഡും ഇല്ല. ഈ റോഡ് ശരിയായത് ഞാനിവിടെ വന്ന് വളരെ കാലം നല്ലപോലെ ഇതിനു വേണ്ടി ഞാനിവിടെ കൂടെ അധ്വാനിച്ചു. ഞാനൊരു 16 ആളുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഞാനടക്കം. പുറവിൽ ഇവിടുത്തെ അച്ഛനും മാട്ടത്തെ അച്ഛനും 2 പേരായി പുറമേ. അങ്ങനെ നിന്നാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ട് പോയത്. പിന്നെ റോഡായി കഴിഞ്ഞപ്പം കളക്ടറേറ്റിൽ പോയി കളക്ടറുമായിട്ട് കണ്ടു, സംസാരിച്ചു. ആദ്യം പറഞ്ഞിട്ടൊന്നും അത്ര ഗമനിച്ചില്ല. പിന്നെ റോഡ് മുഴുവൻ ഇരുട്ടിയിൽ നിന്ന് അങ്ങോട്ട് മാട്ടറ വരെയുള്ള റോഡെല്ലാം ക്ലിയറാക്കി. ഞാനിവിടെ വരുമ്പോൾ ഇവിടെ താമസം വളരെ കുറവാണ്. ഒരു വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലൊരു 10 ഇരട്ടി കൂടുതൽ ഈ ഭാഗത്തൊക്കെ ആയിട്ട് താമസമായി. ഞാനിവിടെ വരുമ്പോൾ ഒരു 10-20 വീടുണ്ടെന്ന് തോന്നുന്നു. ഇതിനെല്ലാം കൂടെ കൂടി ആവറേജ് മൊത്തം കണക്ക് കൂടി നോക്കിയാൽ അതിൽ കൂടുതലില്ല. പിന്നെ പിറ്റക്കൊലായപ്പോഴത്തേക്കും ഇവിടെ എല്ലാം നല്ലോണം നിറഞ്ഞ താമസമായി. അതുപോലെ ഇങ്ങോട്ട് കയറി. അന്ന് ഇവിടെ നെല്ലിക്കാമ്പയിൽ നിന്ന് ഒരു അച്ഛൻ വന്ന് ഈ ഭാഗത്താണ് തോന്നുന്നു ഒരു ഷെഡുണ്ടാക്കി തന്നാൽ 4 മണിയാകും ഞാനിവിടെ നിന്ന് കുർബാന നടത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു 10-16-20 പോലെ നീളത്തിൽ അത്രയേ ഉള്ളൂ ഒരു ഷെഡ് ആക്കി. 4 മണിയായപ്പോൾ ഷെഡെല്ലാം തല്ലി പിടിപ്പിച്ചെല്ലാം ശരിയാക്കി മേഞ്ഞൊരുക്കി ക്ലിയറാക്കി. അപ്പം ബാത്റൂമിൻ്റെ സൗകര്യവും ഇതെല്ലാം ആക്കി. സ്വന്തമായിട്ട് തന്നെ നാടൻ പണിയെടുത്ത് ഇതെല്ലാം ക്ലിയറാക്കി കഴിഞ്ഞിട്ട് അച്ഛൻ ഇവിടെ വന്ന് വൈകുന്നേരം ആകുമ്പോൾ നെല്ലിക്കാമ്പൂരിൻ്റെ കുർബാന കഴിഞ്ഞ് 4 മണിക്ക് ഇവിടെ കുർബാനയ്ക്ക് സൗകര്യം ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് കുർബാന നടത്തി തന്നിട്ടുണ്ട്. അങ്ങനെ 1-2 കൊല്ലം, ഒരു 4-5 കൊല്ലം അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഉള്ള പിതാവിനെ കണ്ട് തലശ്ശേരി പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ കുർബാന ചെല്ലാനുള്ള സൗകര്യമില്ലാക്കി. 1952 വന്നതാണ്. അതിനുശേഷം ആദ്യം പള്ളിയൊക്കെ നെല്ലിക്കാമ്പൊയിലായിരുന്നു. ഇവിടെ പള്ളിയൊന്നുമില്ലായിരുന്നു. ഇവിടെ പിന്നെ ഒരു ഓല ഷെഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി പുല്ലുമേഞ്ഞൊക്കെ കെട്ടിടങ്ങളായിരുന്നു. ഒരു ചെറിയ ഷെഡ് മഴ നനയായിരുന്നു പള്ളി നിൽക്കുമ്പോൾ. എല്ലാം കഴിഞ്ഞ് പിന്നെ 4-5 വർഷം കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു ചെറിയ പള്ളി ആദ്യം ഉണ്ടാക്കിയത്. പള്ളി പണിയുന്ന സമയത്തെല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട്. 4 ആൾ പിടിച്ചു വരുന്ന കല്ല് ഞാൻ ചുമന്നുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ വരെ. വെട്ടുകല്ലും കരിങ്കല്ലും എല്ലാം നിങ്ങൾ പിടിച്ചു വെച്ച് ഞാൻ കൊണ്ടുപോയിക്കോളൂ എന്നും പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നിപ്പം ഇല്ല, തീരെ ക്ഷീണത്തിലാണ്. 1948 ഞങ്ങൾ ഇവിടെ നാട്ടിൽ നിന്ന് പോരുന്നത്. 6 മക്കളും അപ്പനും അമ്മയും കൂടെ കൂടി അവിടെ 4 വായെന്ന് ട്രെയിൻ കയറി തലശ്ശേരിയിൽ ഇറങ്ങി തലശ്ശേരി ഇരുട്ടിയിൽ നിന്ന് നടന്നിട്ടാണ് പോരുന്നത്. ഉളിക്കൽ വരെ ഒരു ജീപ്പ് റോഡ് മാത്രമേ ഉള്ളൂ. ഉളിക്കലിൽ നിന്ന് ഇങ്ങോട്ട് കണ്ടത്തിൻ്റെ പരമ്പടി തന്നെ നടന്നു പോകണം. ഇവിടെ വന്ന് 35 രൂപ വിലയ്ക്ക് കുറച്ച് സ്ഥലം മേടിച്ച് കൃഷി തുടങ്ങി. അന്ന് ഭയങ്കര ശല്യമുണ്ട്, കാട്ടുപന്നിയുടെ ഒക്കെ ഭയങ്കര ശല്യം. വലിയ മാടം കെട്ടി മാടത്തേക്ക് കിടക്കാൻ പോകും. എല്ലാവരും രാത്രി എങ്ങനെ നേരം വെളുത്തിട്ട് തിരിച്ച് വീട്ടിൽ വരുവാണ്. ഭയങ്കരമായ പന്നി ശല്യമുണ്ട്. കപ്പയ്ക്കൊക്കെ അന്ന് 16.5 കിലോ കപ്പയ്ക്ക് അന്ന് 1 രൂപ വിലയുള്ളൂ. ഇന്ന് 1 കിലോന് 1 രൂപ, 20 രൂപയുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് മരുന്ന് മേടിക്കാൻ പോകണേ. ഇരുട്ടിയിൽ അനന്തൻ കമ്പൗണ്ടറുടെ എന്ന് പറഞ്ഞ ഒരാൾ ഇരുട്ടിയിലുണ്ട്. അവിടെ പോയി മരുന്ന് മേടിക്കും. മരുന്നും കൊണ്ട് നടന്നു വരണം. ഇവിടുന്ന് നടന്നു വരാനേ പറ്റും. കണ്ടത്തിൻ്റെ പറമ്പ് വഴിയാണ് നടന്ന് ഇവിടെ വന്ന് ആ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും അടുത്തയാൾ പനിച്ച് കിടക്കും. ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ അന്നത്തെ കാലത്ത് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ തെങ്ങും കവുങ്ങും ഒക്കെ വെച്ച് കുറച്ചൊക്കെ ആദായങ്ങളായി. അന്ന് ഒരു വീട് പോലും ഈ ഉളിക്കലിന് ഇപ്പുറത്തോട്ട് ഓടിമേഞ്ഞ വീടില്ല. എല്ലാം പുല്ലിട്ട പുല്ലുകൊണ്ട് ഈ നമ്പീശം പുല്ല് കഴുകി കൊണ്ടുവന്ന് പുല്ലുകൊണ്ട് മേയുന്ന വീടുകളാണെന്നുള്ളത് മുഴുവൻ. ഈ കാണുന്ന
വലിയ 2 നില മാളികകളോ അതൊന്നും അന്നത്തെ കാലത്തില്ല. അതിന് ശേഷമാണ് പിന്നെ അന്ന് നെല്ലിക്കാമ്പള്ളി പള്ളിയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഴരയുടെ കുർബാനയ്ക്ക് കൃത്യമായിട്ട് എല്ലാ ആൾക്കാരും പള്ളിയിൽ പോകും. അന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കും. വേറെ ഒരു മാർഗ്ഗമൊന്നുമില്ല. നാട്ടിൽ നിന്ന് പോന്നപ്പം അവർ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ പറ്റാതെ വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തിരിച്ചു പോരെ, തന്ന പൈസ തന്നാൽ മതി എന്ന് നാട്ടിൽ നിന്ന് പോകുന്നപ്പോൾ പറഞ്ഞു. പുറവയിലെ ഒരു ഗവൺമെൻറ് LP സ്കൂളിലെ ആദ്യം മുതലുള്ള ടീച്ചറാണ്. 1973 നവംബർ 5-ാം തീയതിയാണ് നമ്മുടെ സ്കൂൾ ഇവിടെ ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ സ്കൂളിന് ബിൽഡിങ്ങോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇവിടുത്തെ പേരുകുന്ന മത്തായിച്ചേട്ടൻ്റെ ഒരു ചായക്കടയിലാണ് നമ്മുടെ സ്കൂൾ ആരംഭിച്ചത്. പിന്നീടുള്ള സ്കൂളിൻ്റെ ചരിത്രം പറയുമ്പോൾ നമ്മുടെ പുറവയിൽ പള്ളിയുടെ തണലിൽ വളർന്നു വന്ന ഒരു ഗവൺമെൻറ് സ്ഥാപനമെന്നാണ് പറയാൻ എനിക്ക് താല്പര്യം. എന്താണെന്ന് വെച്ചാൽ സ്കൂളിന് ആവശ്യമായ സ്ഥലം ഇവിടെ അടുത്തുള്ള മുളങ്കോത്ര ചാണ്ടിച്ചേട്ടൻ എന്ന അദ്ദേഹവും പള്ളിയും കൂടി 1/2 ഏക്കർ വീതം എടുത്തിട്ട് സ്കൂളിന് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 1-ാം ക്ലാസ് പേരുകുന്ന മത്തായിച്ചേട്ടൻ്റെ കടയിൽ ആരംഭിച്ചു. 2-ാം ക്ലാസ് ആയപ്പോഴേക്കും കുട്ടികൾ കൂടി. 2-ാം ക്ലാസ്സിൽ ഏതാണ്ട് 2 ഡിവിഷനും 1-ാം ക്ലാസ്സിൻ്റെ ഒരു ഡിവിഷനും ഞാൻ മാത്രവും. അങ്ങനെ സ്ഥലപരിമിതി മൂലം പള്ളിയുടെ തന്നെ വായനശാലയിൽ സ്കൂൾ നടത്താനായിട്ട് കമ്മിറ്റിക്കാർ തീരുമാനമായി. അങ്ങനെ ഒരു അധ്യാപികയും ഏതാണ്ട് 100ഓളം വിദ്യാർത്ഥികളും ഒരു ചെറിയ ഗുഡ്സ് വായനശാലയിൽ അധ്യയനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അന്നത്തെ വികാരി അച്ഛനായിരുന്ന അബ്രഹാം ആനശ്ശേരി അവിടെ വരികയും അദ്ദേഹം അത് കാണാനിടയാകുകയും ചെയ്തു. അദ്ദേഹം കമ്മിറ്റിക്കാരോട് അഭിപ്രായം ആരാഞ്ഞ് സ്ഥലം നമ്മുടെ ദേവാലയത്തിലെ സ്കൂള് നടത്താനായിട്ട് തീരുമാനമുണ്ടായി. അങ്ങനെ ഒരു വർഷം മുഴുവനും 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും ഏക അധ്യാപികയും അങ്ങനെ നമ്മുടെ പള്ളിയിലെ ദേവാലയത്തിനുള്ളിൽ വെച്ച് ഒരു ഗവൺമെൻറ് സ്കൂൾ നടത്തുകയുണ്ടായി. അതോടുകൂടി തന്നെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി പള്ളിക്കൂടം ഒരു ചെറിയ തോതിലൊരു ഷെഡുണ്ടാക്കുകയും മേഞ്ഞ് അതെല്ലാം 3-ാം ക്ലാസ് 4-ാം ക്ലാസ് അങ്ങനെ എത്തി. ഈ ഓരോ കാലഘട്ടത്തിലും ഇവിടെ മാറി മാറി വന്ന വൈദികർ ആ സ്കൂളിനെ സ്വന്തം സ്കൂൾ പോലെ ഒരു മാനേജ്മെൻറ്റ് സ്കൂളെന്ന നിലയിൽ, അല്ലാതെ ഗവൺമെൻറ് സ്കൂളായിട്ട് ഒരിക്കലും നാട്ടുകാരോ അല്ലെങ്കിൽ വന്ന വൈദികരോ ആരും കരുതിയിരുന്നില്ല. ഇന്നത്തെ പോലെ വാഹനമോ മറ്റ് സൗകര്യങ്ങളോ അല്ലെങ്കിൽ LKG UKG അല്ല നഴ്സറി സ്കൂളുകൾ അങ്ങനെയൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ചെറിയ കുഞ്ഞുങ്ങൾ ഈ മലയെല്ലാം ഇറങ്ങി വന്ന് റോഡില്ലാത്ത അതിലൂടെ നടന്ന് 2.5-4 കിലോമീറ്ററുകൾ അകന്ന് നടന്നു വേണമായിരുന്നു പോകാനായിട്ട്. അങ്ങനെ പോകുന്ന അവസരത്തിൽ കുഞ്ഞുങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് നാട്ടുകാരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഇവിടെ ഒരു LP സ്കൂള് സ്ഥാപിക്കാനായിട്ട് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതും. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ കാണുന്ന തരത്തിൽ പുറവയിൽ ഗവൺമെൻറ് LP സ്കൂൾ വളർന്നിരിക്കുന്നതും. അനാദിധർമ്മസ്വരൂപമേ പ്രപഞ്ച ചൈതന്യ സാരമേ പ്രഭാത പ്രദോഷ പ്രണാമം പ്രഭാത പ്രദോഷ പ്രണാമം. പാദം നമോ ജീവ
ജീവേശനാമം നമോ. സർവേശപാദം നമോ. ജീവേശനാമം നമോ. സ്നേഹേശരൂപം നമോ. ഭുവനൈകസത്യം നമോ. മനസാനന്ദം തൊഴുകൈകളുമായി പരമാനന്ദം തവ കൈകളിലൻ ഹൃദയ വീണതയതൻ കൃപകൾ മീട്ടുകയായി. സർവേശപാദം നമോ. ജീവേശനാമം നമോ. ചൈതന്യമേ ഈ ദാസിതൻ താഴ്മയെ കാണുവാൻ ഞാൻ എന്തേകിയോ. ആദിചൈതന്യമേ ഈ ദാസിതൻ താഴ്മയെ കാണുവാൻ ഞാൻ എന്തേകിയോ. തലമുറയെന്നും ഇനി എന്നെ വാഴ്ത്തും സൗഭാഗ്യവതി എന്ന നിശം തിരുസവിധം മമ ശരണം അടിയനിതതിമധുരം. കരകടലാദികളും മലനിര താഴ്വരയും തവ കരവിരുതിൻ കീർത്തനമോതുകയായി അത്ഭുതമൂറുകയായി. സർവേശപാദം നമോ. ജീവേശനാമം നമോ. ശക്തനായ ദൈവം പരിശുദ്ധ സ്നേഹരൂപം ഭക്തരിൽ കരുണാമൃതം പൊഴിയും. ശക്തനായ ദൈവം പരിശുദ്ധ സ്നേഹരൂപം ഭക്തരിൽ കരുണാമൃതം പൊഴിയും. എളിയവരെ നീ മഹിമയിലേറ്റി ഭക്തനു നൽകി കർമ്മഫലം നിത്യഫലം മോക്ഷഫലം മനസുഖമതുവഴിയായി. വീണുകരഞ്ഞോർക്കായി ആശ പകർന്നരുളി പരിയൊടു വന്നോരത്ഭുതമേറുകയായി സ്നേഹവിരുന്നരുളി. സർവേശപാദം നമോ. ജീവേശനാമം നമോ. സ്നേഹേശരൂപം നമോ. ഭുവനൈകസത്യം നമോ. മനസാനന്ദം തൊഴുകൈകളുമായി പരമാനന്ദം തവ കൈകളിലൻ ഹൃദയ വീണതയതൻ കൃപകൾ മീട്ടുകയായി. സർവേശപാദം നമോ. ജീവേശനാമം നമോ. നിറയുന്നൻ മനമിന്നു നന്ദിയാൽ നാഥാ നീ തന്ന ദാനങ്ങൾ ഓർത്തിടുമ്പോൾ